ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഹംപിയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. കർണാടക ഗംഗാവതി കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2025 മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ടൂറിസ്റ്റ് കേന്ദ്രമായ ഹംപിയിൽ ഹോം സ്റ്റേ നടത്തുന്ന വനിതയും അവിടെ താമസിച്ചിരുന്ന ഇസ്രായേൽ സ്വദേശിനിയായ യുവതിയുമാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. തടാകത്തിന് സമീപം വാനനിരീക്ഷണത്തിനെത്തിയപ്പോഴാണ് സംഘം ആക്രമണത്തിനിരയായത്. ഒപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ കനാലിൽ തള്ളിയിട്ട ശേഷമായിരുന്നു പീഡനം. മോട്ടോർ സൈക്കിളിലെത്തിയ പ്രതികൾ ആദ്യം പെട്രോളും പിന്നീട് 100 രൂപയും ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ സഞ്ചാരികൾ അത് നൽകാൻ നിരസിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. ഹംപിയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് ഇപ്പോൾ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കർണാടക ഗംഗാവതി കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2025 മാർച്ചിലായിരുന്നു ഈയൊരു സംഭവം ഉണ്ടായത്. ടൂറിസ്റ്റ് കേന്ദ്രമായ ഹംപിയിൽ ഹോം സ്റ്റേ നടത്തുന്ന വനിതയും അവിടെ താമസിച്ചിരുന്ന ഇസ്രായേൽ സ്വദേശിനിയായ യുവതിയുമാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. തടാകത്തിന് സമീപം വാനനിരീക്ഷണത്തിന് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ സംഘം അക്രമത്തിനിരയായത്. ഒപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ കനാലിൽ തള്ളിയിട്ട ശേഷമായിരുന്നു ഈ പ്രതികൾ ഇവരെ പീഡിപ്പിച്ചത്. മോട്ടോർ സൈക്കിളിലെത്തിയ പ്രതികൾ ആദ്യം പെട്രോളും പിന്നീട് 100 രൂപയും ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ സഞ്ചാരികൾ അത് നൽകാൻ നിരസിച്ചതാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണമായത്. എന്തായാലും ഈ ഒരു കേസിലാണ് ഇപ്പോൾ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഹംപിയിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്.